പ്രിയമുള്ളവരെ, ജുബൈൽ ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന അൽമന മദ്രസ വിദ്യാർത്ഥികളുടെ വിവിധ കലാപ്രവർത്തനങ്ങൾക്ക് ഒട്ടുമിക്കൊണ്ടുള്ള പരിപാടി കളിത്തോപ്പ് 2024 ഔപചാരികമായ ഉദ്ഘാടന നടപടികൾ ആരംഭിക്കുകയാണ്. ഈ പരിപാടിയുടെ സ്വാഗതം ആശംസിക്കുന്നതിനായി ബഹുമാനനായ അമീർ അസ്ഗർ സാഹിബിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മദ്രസ കമ്മിറ്റിയുടെ എഡ്യൂക്കേഷൻ കമ്മിറ്റി ചെയർമാനായ അമീർ അസ്ഗർ സാഹിബ്. തുടർന്ന് ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനനായ കബീർ സലഫി അവർകളാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പരിപാടിയുടെ പ്രോഗ്രാം വിശദീകരണം നടത്തുന്നത് മദ്രസ കമ്മിറ്റി കോർഡിനേറ്റർ കൂടിയായ ബഹുമാനനായ ആഷിഖ് സാഹിബാണ്. അദ്ദേഹത്തെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കളിത്തോപ്പ് 2024 ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിന്റെ മുൻ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ നൌഷാദ് സാഹിബാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആശംസകൾ നേരിടുവാനായി ഇവിടെ എത്തിയിട്ടുള്ളത് ബഹുമാനരായ അയ്യൂബ് സുലൈമി സാഹിബ്. വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയിലെ മുൻ മെമ്പർ കൂടിയായ നിസാം യാക്കൂബ് സാഹിബ് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അലി റഷീദ് സാഹിബ് യുബിയിലെ കാലക്സ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് CFO കൂടിയായ അലി റഷീദ് സാഹിബിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്വാഗതം ആശംസിക്കുവാനായി അമീർ അസർ സാഹിബിനെ ക്ഷണിക്കുന്നു. സ്വാഗതം. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ജുബൈൽ ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ പ്രസിഡന്റ് കബീർ സലഫി, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന PK നൌഷാദ് സാഹിബ്, അൽമന മദ്രസയെ കുറിച്ച് വിശദീകരിക്കുന്ന മദ്രസ കോർഡിനേറ്റർ ആഷിഖ് മാത്തോട്ടം, ഇവിടെ ആശംസാ പ്രസംഗം ചെയ്യുന്ന അയ്യൂബ് സുല്ലമി, നിസാം യാക്കൂബ്, അലി റഷീദ്, ജുബൈൽ ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ ജനറൽ സെക്രട്ടറി ഷെരീഫ് സാഹിബ്, പ്രിയപ്പെട്ട ISM ഇസ്ലാമിക് സെന്റർ MGM പ്രവർത്തകരെ, അനുഭാവികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം എല്ലാവരും ഇന്ന് ഈ ജുമാ നമസ്കാരത്തിന് ശേഷം ഒരു കളിത്തോപ്പിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. ജുബൈൽ അൽമന മദ്രസ കോവിഡാനന്തരം നടത്തുന്ന ആദ്യത്തെ കളിത്തോപ്പാണ്. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കളിത്തോപ്പ് 2024 ഇന്ന് 1:30 മണിക്ക് ഇവിടെ തുടങ്ങാൻ പോകുന്നു. ഇന്ന് കുത്തുബയിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതാണ് അൽമന മദ്രസക്ക് കുട്ടികളെ പഠിപ്പിക്കാനുള്ളത്. എന്താണ് ഖത്തീബ് ഇന്ന് കുത്തുബയിൽ പറഞ്ഞ പ്രധാന വിഷയം? നമുക്ക് ഒരു ജീവിതം മാത്രമല്ല, ഒരു പരിശുദ്ധമായ തൊയ്യിബായ ഒരു ജീവിതമാണ്. ആ ജീവിതം കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് കളികളും തമാശകളും എല്ലാം ആവാം. പക്ഷേ ഏറ്റവും പ്രധാനമുള്ളത് അള്ളാഹുവിൻ്റെ
പ്രീതി കരസ്ഥമാക്കുവാൻ വേണ്ടി അവന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കാനുള്ളതാണ് അൽമനാർ മദ്രസ. ആ മദ്രസയിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ വിവിധ കലാരൂപങ്ങളിൽ അവർക്ക് പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരമാണ്. അപ്പൊ ഇന്ന് ഈ രക്ഷിതാക്കൾ, അധ്യാപകരും കുട്ടികളും ഒക്കെ ഇന്ന് ഈ പരിപാടി അവസാനിച്ച് ഈ സമ്മാന വിതരണം കഴിഞ്ഞ് വരെ ആ കുട്ടികൾക്ക് വേണ്ടി, നല്ല മനുഷ്യരാക്കാൻ വേണ്ടി, നാളത്തെ നമ്മുടെ നാടിന് ഉപകാരപ്പെടുന്ന കുട്ടികളാക്കി മാറ്റാനുള്ള ഈ പരിശ്രമത്തിന് ഞങ്ങളോട് നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്ന് ആമുഖമായി പറയട്ടെ. ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് വൈകുന്നേരങ്ങളിൽ എല്ലാവരും കുടുംബമായിട്ട് വീട് കൂട്ടി ഇസ്ലാഹി സെന്ററിലായിരുന്നു. എല്ലാവരും കുട്ടികളെ പ്രാക്ടീസ് ചെയ്യുക, പിന്നെ കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, അതിന്റെ പിന്നിലായിരുന്നു. അപ്പോ അവര് ഇത്ര ഒരു മാസം അവരുടെ പ്രയത്നത്തിലുള്ള ഫലമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അത് കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്. നിങ്ങളുടെ പ്രോത്സാഹനം വേണം. എല്ലാവരും അതിന് പ്രോത്സാഹിപ്പിക്കണം. ഈ ആള് വിട്ടു പോകരുത്. നമുക്ക് ഭക്ഷണം, നമസ്കാരം, എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ പരിപാടി അധ്യക്ഷം വഹിക്കുന്നത് കബീർ മൗലവി അവറുകളാണ്. അദ്ദേഹം ഞങ്ങളുടെ ജുബൈൽ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ പ്രസിഡന്റാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് അൽമനാർ മദ്രസയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ജുബൈൽ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിന്റെ മുൻ ചെയർമാൻ ആയിരുന്ന PK നൗഷാദ് സാഹിബാണ് ഇവിടെ ഉദ്ഘാടന പ്രസംഗം നടത്തുന്നത്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ മദ്രസയുടെ കോർഡിനേറ്റർ ആഷിഖ് കോഴിക്കോടാണ് അൽമനാർ മദ്രസയുടെ അക്കാദമിക് തലത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വിവരിച്ചു തരുന്നത്. അത് ഞങ്ങൾ വിവരിക്കുന്നതിന്റെ ഉദ്ദേശം, രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്ന്, അവിടെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് അതിനെക്കുറിച്ച് ബോധ്യമുണ്ടാവുക. ഇനി അവിടെ പഠിക്കാൻ ആഗ്രഹം കുട്ടികൾക്ക് ജനിപ്പിക്കുക. ഈ രണ്ട് ആഗ്രഹത്തിലാണ് അദ്ദേഹം ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ആശംസ പ്രസംഗം നടത്തുന്നത് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിന്റെ മുൻ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം നിസാർ യാക്കൂബ് സാഹിബാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ജുബൈൽ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ സെക്രട്ടേറിയറ്റ് അംഗം അയ്യൂബ് സുല്ലമി അവരുകളെയും അലി റഷീദ് സാഹിബിനെയും ഈ പരിപാടിയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജനറൽ സെക്രട്ടറി ഷെരീഫ് സാഹിബിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ISMന്റെ പ്രവർത്തകർ ഇതിന്റെ പിന്നിൽ തന്നെയായിരുന്നു. അവരെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. MGMന്റെ സഹോദരിമാരെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിധരായ എല്ലാ രക്ഷിതാക്കളെയും, ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ പ്രവർത്തകരെയും എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് ഈ പരിപാടി വിജയിപ്പിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മുടെ മദ്രസയിലെ കുട്ടികളെയും ഇസ്ലാഹി സെന്റർ പ്രവർത്തകരെയും ഇസ്ലാഹി സെന്ററിനെയും ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓവർ ടു അൻവർ ഷാ. അസ്സലാമു അലൈക്കും. അധ്യക്ഷനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കബീർ സലഫി അവരുടെ. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله. أما بعد. ജുബൈൽ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിൻ്റെ യുവതിയായ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷെരീഫ്, അമീർ അസ്ഹർ, പ്രിയപ്പെട്ട ആദരണീയനായ ഉദ്ഘാടകൻ PK നൗഷാദ് സാഹിബ്, സഹപ്രവർത്തകൻ അയ്യൂബ് സുല്ലമി, ബഹുമാന്യരായ നിസാർ യാക്കൂബ്, അലി റഷീദ്, ഇന്ന് ജുബൈൽ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിൻ്റെ കീഴിൽ നടന്നു വരുന്ന അൽമനാർ മദ്രസയുടെ ഒരു വാർഷിക
പ്രോഗ്രാമാണ് കളിത്തോപ്പ് എന്ന പേരിൽ. കുറേ കാലമായി നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളുടെ ഒരു പ്രോഗ്രാം നടന്നു വന്നിട്ടില്ല. അൽമനാർ മദ്രസയുടെ അധ്യാപികമാരുടെ നിസ്സീമമായ പ്രവർത്തനങ്ങളുടെയും ശ്രമങ്ങളുടെയും ഒടുവിലാണ് ഇങ്ങനെയൊരു സംരംഭം ഇവിടെ നടക്കുന്നത്. അതേപോലെ തന്നെ അൽമനാർ മദ്രസയുടെ കമ്മിറ്റി മെമ്പർമാരുടെയും നിസ്സീമമായ പ്രവർത്തനങ്ങളും അധ്വാനങ്ങളും ഇതിൻ്റെ പിറകിലുണ്ട്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇന്നത്തെ കളിത്തോപ്പ് പരിപാടി പൂർണ്ണമായും രക്ഷിതാക്കൾക്ക് വേണ്ടിയുള്ളതാണ്. മാതാപിതാക്കൾക്ക് അവരുടെ അൽമനാർ മദ്രസ കുട്ടികളുടെ തങ്ങളുടെ മക്കളുടെ കായികമായ കലാപരമായ ശേഷികൾ, സർഗാത്മകമായ കഴിവുകൾ കാണാനുള്ള അവസരമാണിത്. അതുകൊണ്ട് തന്നെ ഇതിൽ അവസാനം വരെ പരിപൂർണമായും നിങ്ങൾ ഓരോരുത്തരും സഹകരിക്കണമെന്ന് ഉണർത്തുകയാണ്. ഞാൻ എൻ്റെ അധ്യക്ഷ ഭാഷ നീട്ടുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കളിത്തോപ്പ് 2024 ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ നൗഷാദ് സാഹിബിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കബീർ ഉസ്താദ്, സ്വാഗതം പറഞ്ഞ അമീർ ഖാസിം സാഹിബ്, ആഷിഖ് സാഹിബ്, ആശംസകൾ നേരുന്ന അയ്യൂബ് സാർ, നിസാം, അലി റഷീദ്, ബഹുമാനപ്പെട്ട ജുബൈൽ ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററിൻ്റെ കുടുംബാംഗങ്ങളെ, കുട്ടികളെ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നില്ലേ ബാക്കിൽ? ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഇന്ന് എത്ര മണി വരെയാണ് ഇന്നത്തെ പ്രോഗ്രാം? എത്ര മണിയാ? 7 മണി. ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ അങ്ങോട്ടൊക്കെ പോകാല്ല ഭക്ഷണമൊക്കെ ആയിട്ട്. ഇന്ന് 7-8 മണി വരെ ഇരിക്കാൻ തയ്യാറായി വന്ന എല്ലാവരും ഒന്ന് കൈവക്കി. ഇത്ര പേരുള്ളൂ പോരല്ലോ. ബാക്കിലൊന്നും ആരും കൈവെക്കുന്നില്ല. ഇവിടെ അതെ, എല്ലാവരും നേരത്തെ പോകുന്നതാണ് പറഞ്ഞത്. ഒരിക്കലും പോകരുത്. എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മളെ കുട്ടികൾക്കും ആയി മാറ്റി വെച്ചുകൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഏറെ നല്ല രീതിയിൽ ഇത് ആസ്വദിക്കുക. അതുവരെ എല്ലാവരും നമ്മുടെ മദ്രസയുടെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാമാണ്. എല്ലാ വർഷവും നമ്മൾ കൂടുന്നതാണ്. അപ്പൊ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അത് മാത്രമാണ്. ഒരു ഉദ്ഘാടനം എന്നുള്ളതിനേക്കാൾ ഉപരി ഇതൊരു ഫാമിലി കൂട്ടായ്മയാണ്. നമ്മൾ ഒരുമിച്ച് കാണുകയും പ്രത്യേകിച്ച് നോമ്പിന് ശേഷമുള്ള പെരുന്നാളൊക്കെ ആഘോഷിച്ച് കുറേ ബിരിയാണി ഇതൊക്കെ കഴിച്ച് നമ്മൾ അതിൽ നിന്നും മാറി കുറച്ച് ട്രിപ്പുകളൊക്കെ കഴിഞ്ഞ് യാത്രകളൊക്കെ കഴിഞ്ഞ് മുമ്പൊക്കെ ചെയ്തവരും എല്ലാവരും ഉള്ളതാണ്. അതിന് ശേഷമുള്ള ഒരു ഒരുമിച്ച് കൂടുതലാണ് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി. ഇപ്പം ഇത് കഴിയുന്നവരെ എല്ലാവരും ഇവിടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളു. പിന്നെ നമ്മുടെ അൽമന മദ്രസയെ പറ്റി, അൽമനാർ മദ്രസയെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം തന്നെ പറയാം. 3 മക്കളും ഇവിടെ തന്നെയാണ് പഠിക്കാൻ തുടങ്ങിയത്. ചെറിയ ആളിപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ ഇവിടെ പഠിക്കുന്നുണ്ട്. നമുക്ക് ജീവിതത്തിൽ വേണ്ട, പ്രത്യേകിച്ച് നമ്മൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന, കൊടുക്കേണ്ടതായ ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് വിദ്യാഭ്യാസം.
നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസത്തിനായിട്ട് ഒരുപാട് എഫേർട്ടുകൾ എടുക്കുകയും എത്ര വേണമെങ്കിലും പണം ചെലവാക്കുകയും ചെയ്യാൻ കഴിയണം, അല്ലേ? ആരുമില്ല എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ കുറെ എത്തിക്സുകൾ പിന്തുടർന്നുകൊണ്ട് പരലോകത്തേക്ക് ഉള്ള വഴി ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ മാതാപിതാക്കൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസത്തോടു കൂടെ തന്നെ കൊണ്ടുപോകേണ്ടതാണ് നമ്മുടെ ആത്മീയ പാതയിലേക്കുള്ള വിദ്യാഭ്യാസം. കേൾക്കണ്ടോ? ഭയങ്കര അപശബ്ദങ്ങൾ വരുന്നു. ഞങ്ങൾ ഈ ടോസ്റ്റ് മാസ്റ്ററിലെ അപശബ്ദം കൗണ്ട് ചെയ്യാൻ വേണ്ടി ഒരാളായിരുന്നു. ആ കൗണ്ടർ എന്ന് പറയുന്നില്ലെങ്കിൽ അവരോട് കേൾക്കുന്ന കാര്യങ്ങൾ പറയാം. അപ്പോൾ കുറച്ച് നേരം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഭക്ഷണം കഴിക്കുക. അതിന് നമ്മൾ പ്രോഗ്രാമിലേക്ക് കിടക്കാം. എല്ലാവരും നമ്മുടെ കുട്ടികളെ, ഇതിലുള്ള എല്ലാവരുടെയും മക്കളിവിടെ പഠിക്കുന്നവരാണ്. അതോടൊപ്പം ചിലപ്പോൾ അതിഥികളായി വന്നിട്ടുള്ളവരുണ്ടാവും. അത് കൂടാതെ നമ്മളെ ഫാമിലി അറിയുന്ന ഒരുപാട് വിസിറ്റിംഗ് വിസകളിൽ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. അതിനും അവർക്ക് കൂടി അവരുടെ മക്കൾ ഒരുപാട് പേര് സ്കൂൾ വിദ്യാഭ്യാസത്തിനായി അന്വേഷിക്കാറുണ്ട്. അവരെയൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അൽമനാർ മദ്രസയുടെ ഭാഗമായി നമ്മുടെ ഈ ഫാമിലിയുടെ ഭാഗമായിട്ട് കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ കളിത്തോപ്പ് എന്ന പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത ഇതിവിടെ പറയേണ്ട ആവശ്യമില്ല, പക്ഷേ എങ്കിലും ഒന്ന് ഉണർത്തുകയാണ്. ഇന്ന് ഇന്ത്യയിലെ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി അറിയപ്പെടുന്ന ഇന്ത്യയിലെ പാർലമെന്റ് ഇലക്ഷന്റെ ആദ്യത്തെ ഫസ്റ്റ് ഫേസിലെ വോട്ടെടുപ്പ് നടക്കുകയാണ്. നാട്ടിലെ വോട്ടെടുപ്പ് അടുത്ത ആഴ്ചയാണ്. എല്ലാവരും വളരെ നല്ല രീതിയിൽ സ്ട്രാറ്റജിക് പ്ലാനിങ്, നമുക്കൊന്നും പോയി വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല, എങ്കിലും അതുകൂടി കൊണ്ടുകൊണ്ട് നമ്മുടെ ഫാമിലിയെ, നമ്മളെ സുഹൃത്തുക്കളെ എല്ലാവരെയും വോട്ട് ചെയ്യാൻ കൂടി പറയുകയും ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, വർഗീയപരമായി വിഭജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതിനെ എന്തൊക്കെ രീതിയിൽ നമ്മളെ കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും അതുകൂടി ഒന്ന് ഉണർത്തുകയാണ്. വീണ്ടും കൂടുതലൊന്നും പറയുന്നില്ല. കുട്ടികളുടെ പ്രോഗ്രാം കാണുന്നവരെ എത്ര മണി വരെ? 7 മണി മതിയോ? അത് 8 മണി തീരുന്നവരെ, ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നവരെ എല്ലാവരും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചോളുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. കളിത്തോപ്പ് 2024 ഔദ്യോഗികമായ ഉദ്ഘാടനത്തെ തുടർന്ന് അൽമനാർ മദ്രസയെ കുറിച്ചും കളിത്തോപ്പ് പ്രോഗ്രാമിനെ കുറിച്ചും നമ്മോട് വിശദീകരിക്കുവാനായി മദ്രസ എഡ്യൂക്കേഷൻ കമ്മിറ്റി കോർഡിനേറ്റർ കൂടിയായ ബഹുമാനനായ ആഷിഖ് സാഹിബിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള രക്ഷിതാക്കളെ, കുട്ടികളെ, അൽമനാർ മദ്രസയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. 2 പതിറ്റാണ്ടുകാലമായി ജുബൈലിൽ ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ കീഴിൽ, ജുബൈൽ ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന മദ്രസയാണ് അൽമനാർ മദ്രസ. നാം ഒന്ന് മനസ്സിലാക്കണം, നമ്മൾ പ്രവാസികളായി ഇവിടെ ജോലിക്ക് വേണ്ടി വന്നു. ജുബൈലിൽ കിട്ടുന്ന സമയത്ത് നമ്മളെ കുട്ടികളെ മതവിദ്യാഭ്യാസം, ദീനീപരമായ ബോധം വളർത്തുവാൻ വേണ്ടി മതവിദ്യാഭ്യാസം നൽകുവാൻ വേണ്ടിയിട്ടാണ് അൽമനാർ മദ്രസയിലേക്ക് നിങ്ങളേവരെയും നിങ്ങളുടെ കുട്ടികളെ പറഞ്ഞേക്കും. തീർച്ചയായും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് മദ്രസ കമ്മിറ്റിയും അതിനെ നിയന്ത്രിക്കുന്ന എഡ്യൂക്കേഷൻ ബോർഡും ഇസ്ലാമിക് സെന്ററിന്റെ നേതൃത്വവും ഇതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു.
അൽമനാർ മദ്രസ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സ്കൂളിൻ്റെ, അതായത് ഇന്ത്യൻ സ്കൂളിൻ്റെ അതിൻ്റെ പ്രവർത്തന രീതിയും അതിൻ്റെ ടൈം ടേബിളിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും യാതൊരു ബുദ്ധിമുട്ടും പ്രത്യേകിച്ച് ഉണ്ടാകാത്ത രീതിയിലാണ് നമ്മൾ അതിൻ്റെ കലണ്ടർ രൂപീകരിച്ചിട്ടുള്ളത്. KG മുതൽ, അതായത് ചെറിയ കുട്ടികളെ KG മുതൽ 7ാം ക്ലാസ് വരെയാണ് നമുക്ക് മദ്രസ പ്രവർത്തിക്കുന്നത്. ഇസ്രായേൽ സെന്ററിന്റെ ബിൽഡിങ്ങിൽ നമ്മൾ ശനിയാഴ്ചയും വ്യാഴാഴ്ച മുതിർന്ന കുട്ടികൾക്ക് ഓൺലൈനായിട്ട് കൂടിയാണ് ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരിമിതമായ സൗകര്യമാണ്, നിങ്ങൾക്കറിയാം, സൗദി അറേബ്യയിലാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെതായ ചില പരിമിതികളുണ്ട് നമുക്ക്. എങ്കിലും കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ നാട്ടിലെ അതേ സിലബസ് വെച്ച് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വ്യവസ്ഥാപിത രൂപത്തിലാണ് നമ്മൾ മദ്രസ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ നെക്സ്റ്റ് വീക്ക്, അതായത് മെയ് 2nd വീക്കിൽ നമ്മുടെ മദ്രസയിലെ പബ്ലിക് എക്സാമിനേഷൻ ടൈം ടേബിൾ നാട്ടിൽ നിന്നും കേരളം എഡ്യൂക്കേഷൻ ബോർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മെയ് 18ാം തീയതി മുതൽ 23 വരെയുള്ള ദിവസങ്ങളിൽ നമ്മളെ മദ്രസയുടെ പബ്ലിക് എക്സാമിനേഷൻ, അതായത് 5ാം ക്ലാസ്സും 7ാം ക്ലാസ്സും GCCയിലെ മൊത്തമായിട്ടുള്ള പബ്ലിക് എക്സാമിനേഷൻ ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ നിന്നുള്ള കേരളം എഡ്യൂക്കേഷൻ ബോർഡിന്റെ വ്യക്തമായ രൂപത്തിലുള്ള എക്സാമിനേഷൻ ഷെഡ്യൂളുകൾ കുട്ടികളുടെ ഇന്റേണൽ അസസ്മെന്റ് മാർക്ക് വെച്ചുകൊണ്ടുള്ള അവരുടെ വിശകലനങ്ങൾ അത് നോക്കി നടത്തുന്നത്, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ 11ഓളം അധ്യാപികമാർ അവരുടെ മുഴുവൻ സമയ ഡെഡിക്കേഷനോട് കൂടിയിട്ടാണ് ഈ അൽമനാർ മദ്രസ നടത്തിക്കൊണ്ടുവന്നത്. അവർക്ക് പ്രത്യേകിച്ച് നമ്മളെല്ലാവരുടെയും പ്രാർത്ഥനയിൽ അവരുണ്ടാകണം. കാരണം ഈ ദുനിയാവിലെ നേട്ടം വെച്ചിട്ടല്ല, നമ്മളെ എല്ലാവരുടെയും ഭാര്യമാര് അവരുടെ സമയം വീട്ടിൽ ഭർത്താവിൻ്റെയും മക്കളെയും കൂടി നിൽക്കേണ്ട സമയം ഒഴിവാക്കി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുവാൻ വേണ്ടി വ്യാഴാഴ്ചയും ശനിയാഴ്ചയും അവർ മദ്രസയിലേക്ക് വന്ന് നിങ്ങളെ കുട്ടികൾക്ക് മുഴുവൻ സമയം അവരെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെ നാളെ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മളെ കുട്ടികൾക്ക് ഈ ദീനി വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടു പോകുന്നത്. അവർക്ക് അള്ളാഹു അതിൻ്റെതായ തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ ഇത് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമുക്ക് വ്യവസ്ഥാപിതപരമായിട്ട് KG മുതൽ, അത് പ്രത്യേകിച്ച് നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, KGയിലും 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും KG ഒരു മദ്രസ സിലബസിലും ഇല്ലാത്തൊരു ക്ലാസ്സാണ്. പക്ഷേ ഈ പ്രവാസി സമൂഹത്തിൽ ചെറിയ കുട്ടികൾക്ക് പോലും നമ്മുടെ മദ്രസ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് KG ക്ലാസ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അതിൽ പ്രത്യേകിച്ച് മലയാളം കൂടി നമ്മൾ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. KG 1, 2ാം ക്ലാസ്സിൽ മലയാളം കൂടി മദ്രസയിൽ വെച്ച് പഠിപ്പിക്കുന്നു. സ്കൂളിൽ അതിൻ്റെതായ മലയാളത്തിലുള്ള പരിമിതി കാരണമാണ് നമ്മൾ നമ്മുടെ മാതൃഭാഷയായ മലയാളം കൂടി പഠിപ്പിക്കാം എന്നുള്ള തീരുമാനത്തിലെത്തിയത്. തീർച്ചയായിട്ടും അൽമനാർ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുണ്ട്, ഒരുപാട് ആളുകൾ, പുറത്തുള്ള ആളുകളുണ്ട്. നിങ്ങളുടെ അടുത്ത അധ്യയന വർഷം ഇൻഷാ അല്ലാഹ് മെയ് മാസം മുതൽ ആരംഭിക്കുകയാണ്. ആ അധ്യയന വർഷത്തിലേക്ക് നിങ്ങളുടെ ബന്ധുക്കളെയും നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും കുട്ടികളെ പ്രത്യേകിച്ച് മദ്രസയിൽ ചേർത്താൻ വേണ്ടി നിങ്ങൾ പരമാവധി ശ്രമിക്കണം. നമ്മളെ മദ്രസയിൽ ഇപ്പോൾ 68 കുട്ടികൾ പഠിക്കുന്നുണ്ട്, KG മുതൽ 7ാം ക്ലാസ് വരെ ആയിട്ട്. അപ്പൊ ഏകദേശം 100-120 കുട്ടികളെ വരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതിലേക്ക് വേണ്ടി നിങ്ങൾക്ക് പരമാവധി എല്ലാ കുട്ടികളെയും നമ്മുടെ ദീനി വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം അൽമനാർ മദ്രസയുടെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഒന്നിൽ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ അമീർ സാഹിബിയുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നമ്മൾ അതിനെ വിശദീകരിച്ചു കൊടുക്കുന്നതാണ്. നാട്ടിൽ നിന്ന് പുസ്തകങ്ങളെല്ലാം ഇൻഷാ അല്ലാഹ് മെയ് മാസത്തോടു കൂടി നമ്മുടെ കുട്ടികൾക്കുള്ള എല്ലാ പുസ്തകങ്ങളും എത്തിച്ചേരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ അൽമനാർ മദ്രസയ്ക്ക് വേണ്ടിയുള്ള എല്ലാ പ്രോത്സാഹനവും രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
കളിത്തോപ്പ് പരിപാടിക്ക് ആശംസകൾ നേരുന്നതിനായി ജുബൈൽ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിന്റെ മുൻ മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പർ കൂടിയായ ബഹുമാന്യനായ നിസാം യാക്കൂബ് സാഹിബിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. വേദിയിലുള്ള അധ്യക്ഷൻ റഹീം കബീർ സാർ, വേദിയിലുള്ള മറ്റ് ആഷിഖ് സാഹിബ്, ഉദ്ഘാടകൻ നൗഷാദ് സാഹിബ്, അമീർ അസർ സാഹിബ്, അയ്യൂബ് സാർ, അതുപോലെ തന്നെ അലി റഷീദ്, സദസ്സിലും ഉള്ള മാതാപിതാക്കളെ, വിദ്യാർത്ഥികളെ, നാം ഇന്ന് ജുബൈൽ ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ മദ്രസ വിങ്ങായ മനാറിന്റെ കളിത്തോപ്പ് എന്ന ഒരു വേദിയിലാണുള്ളത്. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ കുട്ടികളുടെ സർഗാത്മകത പ്രകടിപ്പിക്കാനായിട്ടുള്ള വളരെ പരിമിതമായിട്ടുള്ള വേദികളാണ് നമുക്ക് സ്കൂളിലായി കഴിഞ്ഞാലും മദ്രസകളിലായിക്കാനും കിട്ടുന്നത്. ഇപ്പോൾ അൽമാനാറിന്റെ കോവിഡിന് ശേഷമുള്ള ആദ്യത്തെ എല്ലാ വർഷവും കളിത്തോപ്പ് പരിപാടി നടത്താറുണ്ട്. പക്ഷേ കോവിഡാനന്തരമായിട്ട് നടക്കുന്ന ആദ്യത്തെ കളിത്തോപ്പിന്റെ പ്രോഗ്രാമാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു പരിമിതമായ രീതിയിൽ, അതായത് കുട്ടികൾക്ക് കിട്ടുന്ന ഒരു പരിമിതമായ അന്തരീക്ഷത്തിൽ ഈ ഒരു സർഗാത്മകത പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയാണ്. ആ സർഗാത്മകത നമുക്ക് എല്ലാവർക്കും അവരെ അകവഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആശംസകൾ നേടുന്നതിനായി ജുബൈൽ ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായ അയ്യൂബ് സുലൈമി അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടകർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, ഇവിടുന്ന് ശ്രദ്ധിച്ചതുപോലെ ജുബൈൽ അൽമനാർ മദ്രസയുടെ കളിത്തോപ്പ് പ്രോഗ്രാമാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടന വേദിയിലാണ് നമ്മൾ സന്നിധരായിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ കൂടുതൽ സംസാരിക്കുന്നില്ല, ആശംസകൾ അർപ്പിക്കുക എന്നുള്ളതാണ് അതിന് അർപ്പിതമായ സർഗാത്മകത. അതിൽ ഇസ്ലാം വളരെയധികം പ്രോത്സാഹനം നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. കലയോടും സാഹിത്യത്തോടും ഇസ്ലാം എവിടെയും പുറംതിരിഞ്ഞു നിൽക്കുന്നില്ല. മറിച്ച് മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായ കലകളോടും സാഹിത്യങ്ങളോടും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നു. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും അത്തരത്തിലുള്ള അനുവദനീയമായ വിനോദങ്ങളിൽ പ്രവാചകന്റെ കുടുംബവും സഹാബികളും ഒക്കെ ഉൾപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മധ്യനൂറ്റാണ്ടിൽ ഇസ്ലാമിന്റെ മിഡിൽ പീരീഡിൽ ഇസ്ലാമിക സാഹിത്യങ്ങൾക്ക് വലിയ സംഭാവനകൾ നൽകിയ ധാരാളം സാഹിത്യകാരന്മാരെയും നമുക്ക് കാണാൻ കഴിയും. അവരുടെ വിലപ്പെട്ട ഗ്രന്ഥങ്ങൾ ഇന്നും നമ്മൾ പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു. അതിലെ സാഹിത്യ വാസനകൾ നമ്മൾ പുതുതലമുറക്ക് കൈമാറുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ സന്ദർഭത്തിൽ നമ്മുടെ കുട്ടികളിലൂടെ അവതരിപ്പിക്കുന്ന എല്ലാ തരത്തിലുള്ള ഭാവങ്ങളും അവർക്ക് നേരിടും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവരെ തയ്യാറാക്കിയെടുക്കുന്നതിൽ നമ്മുടെ അധ്യാപികമാർ വളരെയധികം സമയം ചെലവഴിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അവർക്കെല്ലാം യഥാർത്ഥത്തിലുള്ള പ്രതിഫലം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരിപാടിക്ക് എല്ലാ തരത്തിലുള്ള ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ആശംസകൾ അർപ്പിക്കുവാനായി
വേദിയിലേക്ക് എത്തുന്നത് കാലക്സ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ CFO കൂടിയായിട്ടുള്ള അലി റോഷൻ സാഹിബാണ്. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا. സൂറത്തുൽ ഇസ്രായിലെ 23-ാമത്തെ വചനം ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ്. നിങ്ങളുടെ അല്ലാഹുവിനെ ആരാധിക്കുവാനും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാനുമാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ മദ്രസ വിദ്യാഭ്യാസവും അതിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടെത്തിക്കുകയും വേണമെന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ആ ആയത്തിന്റെ തൊട്ടടുത്ത് തന്നെ പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഈ മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കേണ്ടതെന്നാണ്. റബ്ബിറഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ. നമ്മെ ചെറുപ്പത്തിൽ അനുഗ്രഹിച്ചതുപോലെ തന്നെ അവരെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന മക്കളാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അവരെ അതിലേക്ക് സജ്ജരാക്കുന്നതിനാണ് നമ്മുടെ ഈ മദ്രസയും അതിനോടനുബന്ധിച്ച് നാം അവരുടെ ഉന്നമനത്തിന് നടത്തി വരുന്ന കളിത്തോപ്പ് പോലെയുള്ള പരിപാടികൾ. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന റബ്ബനാ ഹബനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്യുൻ. നമ്മുടെ ഈ കുട്ടികളെ നമ്മുടെ കൺകുളിർമയായി മാറണം. അതിലേക്കാണ് ഈ സംരംഭങ്ങൾ എത്തിച്ചേരുന്നത്. ഈ കളിത്തോപ്പുകൾ തന്നെ നമ്മെല്ലാവരെയും തന്നെ സ്വർഗത്തോപ്പിലേക്ക് അണിചേർക്കാനുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് നിങ്ങളെ ആശംസിക്കാൻ സന്ദർഭം നൽകിയ അൽമനാർ മദ്രസ കമ്മിറ്റിക്ക് എൻ്റെ കൃത്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികൾക്കും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും മറ്റ് ഇവിടെ ഇതിനോട് സഹകരിച്ച് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും തന്നെ എൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരാമപ്പെടുന്നതാണ്. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കളിത്തോപ്പ് 2024 ഔദ്യോഗികമായ ഉദ്ഘാടന പരിപാടികൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ജുബൈൽ ഇസ്ലാമിക് സെന്റർ സെക്രട്ടറിയായ ഷെരീഫ് സാഹിബിനെ വേദിയിൽ ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അൻബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ഏറ്റവും നിറഞ്ഞ മദ്രസ വിദ്യാർത്ഥികളെ, അവരുടെ രക്ഷിതാക്കളെ, ഇവിടെ കൂടിയിട്ടുള്ള ജുബൈൽ ഇസ്ലാമിക് സെന്റർ ഭാരവാഹികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വളരെ പ്രൗഢഗംഭീരമായ സന്തോഷകരമായ ഒരു അവസരത്തിലാണ് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. കുട്ടികളുടെ കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എന്നും അൽമനാർ മദ്രസ ഇത്തരം പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും